ഹായ് എവരിവൺ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഒരു ട്രിപ്പ് പോകണം. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ട്രിപ്പ് പോകാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ കമ്പനിക്കാരെല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് നമുക്ക് ഈ അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ട് വേഗം വരാം. അപ്പോൾ അതിന് ബെസ്റ്റ് ഒരു പ്ലേസ് ഇപ്പോൾ അതിരപ്പള്ളി. ഞങ്ങൾ എല്ലാ ടൈമിലും പോകണമെന്നുണ്ട്. ഇവിടുന്ന് നിയറസ്റ്റ് ആണ് അതിരപ്പള്ളി. അപ്പോൾ അതിരപ്പള്ളി ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ വേറെ ഒരു റൂട്ട് പിടിച്ചു. ചൊക്കന, അതായത് ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ വെള്ളിക്കുളങ്ങര, അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് കയറിയിട്ട് ചൊക്കന, പാലപ്പള്ളി റൂട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ മുൻപ് ഒരു 7 വർഷം മുന്നേ പോയതാണ്. അപ്പോൾ എന്തോരം അവിടെ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, റോഡൊക്കെ എങ്ങനെയുണ്ട് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ ഈ എലിഫൻറ്റ് ക്രൂസിങ് ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചെറിയൊരു പാനിക്കായിരുന്നു പോയപ്പോഴും. ബട്ട് വലിയ സീനുകളൊന്നും കിട്ടിയില്ല. നല്ലൊരു അതിമനോഹരമായൊരു ട്രിപ്പായിരുന്നു. ഏതായാലും അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു വയ്ക്കാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഏതായാലും പോകുന്നതല്ലേ, അപ്പോൾ പോണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ പെട്രോൾ അടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വഴി കിടന്നു കഴിഞ്ഞാൽ വേറെ പെട്രോൾ പമ്പൊന്നുമില്ല. അപ്പോൾ നൈസായിട്ട് അങ്ങ് പെട്രോൾ അടിച്ച് വെച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ പതുക്കെ പറഞ്ഞു കാശ് എടുത്ത് കൈ പിടിക്കാം, ഇനിയിപ്പോൾ കാശിനും കൂടി ഒരു കുറവ് വരണ്ട എന്ന് ചോദിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ATM കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ ATM-ൽ നിർത്തിവിട്ട് ഇവിടെ ക്യാഷ് ഉണ്ടായില്ല. അപ്പോൾ തൊട്ടടുത്ത് ATM-ൽ കയറി ക്യാഷ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് റൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വെള്ളിക്കുളങ്ങര വരെ, വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആ റൈറ്റ് നേരെ പോകുന്നത് ചൊക്കന, പാലപ്പള്ളി വഴി നിങ്ങൾക്ക് ആമ്പല്ലൂർ പോവാം. പിന്നെ അത് കൂടാണ്ട് ചിമ്മിനി ഡാമും കവർ ചെയ്ത് വരാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവിങ് വളരെ എൻജോയ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളി വഴി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഗട്ടറും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ്. പിന്നെ നമ്മുടെ കമ്പനിക്കാരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ 6 പേര് കൂടിയാണ് പോയത്. എലിഫൻറ്റ് ക്രൂസിങ് ഏരിയ എന്ന് ചുമ്മാ പറയുന്നതല്ല. ഇപ്പം നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന ഈ ഏരിയയിലൊക്കെ ആനകൾ അധികമായിട്ട് പൂണ്ടുവിലാടുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ പോരാത്തതിന് റോഡ് കുറച്ചിടെ അത്യാവശ്യം മാന്യമായ രീതിയിൽ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളവും തിരിവുകളൊക്കെയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക, എല്ലാ പ്രിക്കോഷനും എടുത്ത് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് ട്രിപ്പ് ആവുമെന്ന് ഞങ്ങൾ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നില്ല. ബട്ട് പെട്ടെന്നൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ അത് വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഫുൾ നമ്മുടെ എന്താ പറയുക, ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചപ്പും പുഴയും കാടും മേടും എല്ലാം നമ്മുടെ മനസ്സിന് ഭയങ്കര എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ ടൗൺ ഏരിയയിലൊക്കെ കിടക്കുന്ന ആൾക്കാർ പലരും ഇങ്ങനെ ഏരിയയിലൊക്കെ പോകുമ്പോൾ ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്ററാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ തന്നെ കണ്ടമാനം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതേപോലെ തന്നെ സംഭവിച്ചു. നോക്കൂ ഗൈസ്, എന്താ പറയുക, ഇതിനൊക്കെ ഒരു രക്ഷയില്ല. റിയലി എൻജോയ് ഇറ്റ്. ഞാൻ ചിന്തിച്ചിടത്തോളം നമ്മൾ
മരിച്ചു പോയിട്ട് ഒരു 100 രൂപ ആണ് കാറിന് നമ്മൾ പാസ് കൊടുക്കേണ്ടത്. പിന്നെ ബൈക്കിന് 50 രൂപയും ഒരാൾക്ക് 20 രൂപയാണ് പാസ്. അപ്പോൾ പിന്നെ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ തന്നെ അത് വീണ്ടും റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുക. എന്നിട്ട് അത് തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോകും. ഇവിടെ കാടിൻ്റെ സൈഡിലോ ഇടാണ്ടിരിക്കുക. പിന്നെ അതുകൂടാണ്ട് ഇങ്ങനെ തീപ്പെട്ടി, ലാമ്പ് ഉള്ള കാര്യങ്ങൾ, സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ ഈ കാടിൻ്റെ സൈഡിലൊക്കെ ഒരു തീപ്പൊരി വീണാൽ മതി ആ പ്രകൃതിയെ മൊത്തം ഇല്ലാണ്ടാക്കാനായിട്ട്, മൊത്തം കത്തി നശിക്കും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ഇനി കുറച്ച് വഴിയും കൂടി ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ചിമ്മിനി ഡാമിൻ്റെ മെയിൻ എൻട്രി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ആയി. ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തും. ഇവിടെയൊക്കെ ഡ്രൈവിങ് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. സൈഡിലൊക്കെ നല്ല കുഴികളാണ്. അപ്പോൾ സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ നേരെ കുഴിയിലോട്ട് ചാടും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അത് നമ്മുടെ മറ്റേ ലോവർ ഡാമിൻ്റെ സൈഡിലോട്ട് പോകാനുള്ള വഴിയാണ്, റൈറ്റിലേക്ക്. ഇതിപ്പോൾ നമ്മൾ മേളിലേക്കാണ് പോകുന്നത്, ഡാമിൻ്റെ മുകൾ ഭാഗത്തോട്ടാണ് പോകുന്നത്. 2 വഴിയുണ്ട്, അതിലേയും പോവാം ഇതിലേയും പോവാം. 2 വഴി കൂടെ പോവാം. പക്ഷെ നമ്മൾ ഇതിലേ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. ആ താഴത്ത് വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. 2-3 വഴി ഡൈവേർട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ വരുന്ന വഴി തന്നെ കയറി പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വരുമ്പോൾ വേണമെങ്കിൽ ആ വഴി വന്നാലും ഈസി ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എർത്ത് ഡാമുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ എർത്ത് ഡാമാണ് താഴത്തോട്ട്. ഞാൻ ആ വഴി നേരത്തെ പറഞ്ഞ ആ വഴിയില്ലേ, അതാണ് എർത്ത് ഡാമിലേക്കുള്ള വഴി പോണത്. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈസ് ഗേജ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് കാണാം. പിന്നെ സൈക്കിൾ റൈഡിങ് എല്ലാം ഉണ്ട്. ഇതാണ് ഡാമിൻ്റെ മേൽഭാഗത്തേക്കുള്ള എൻട്രി. ഇപ്പോൾ കോവിഡിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ആൾക്കാരില്ല എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാർ അധികം തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളുമായി വരുന്നവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. ആ സൈഡിൽ കിട്ടുന്ന വേലിയുടെ മേളിലൊക്കെ കുട്ടികൾ കയറി നിൽക്കുമ്പോൾ കാല് തന്നെ പോകാതെയോ അങ്ങോട്ട് എടുത്ത് ചാടാതൊക്കെ നോക്കാനായിട്ട് മെയിൻ ശ്രദ്ധിക്കുക. 2 സൈഡും ഇങ്ങനെ സ്ലോപ്പായി കിടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ എങ്ങാനും എന്തെങ്കിലും അബദ്ധം പറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ദുഃഖത്തിന് ഇടയാക്കും. അപ്പോൾ അത് ആ ഒരു നല്ലൊരു ട്രിപ്പ് ദുഃഖത്തിലോട്ട് നയിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്ക് ഗൈസ്, എന്താ പറയാ, ഇപ്പോ വളരെ അടിപൊളി, ഒന്നും പറയാനില്ല.
പിന്നെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം കൂടി സെറ്റ് ചെയ്യണം. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് പ്രകൃതി നമുക്ക് എങ്ങനെ തരുന്നു എന്നുള്ള രീതിയിലും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ടൈം നമ്മൾ ചൂസ് ചെയ്യാം. നമ്മൾ ടയർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കൂടി ചൂസ് ചെയ്യുക. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും മോർണിംഗ് ഓർ ഈവനിങ് ടൈം വരാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അതിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ആ കാറ്റും കിളികളുടെ സൗണ്ടും രക്ഷയില്ല. അപ്പോൾ ഈ ഉച്ച സമയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ ഡാമിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആകെ ക്ഷീണിക്കും. കാരണം ഭയങ്കര വെയിലായിരിക്കും, വേർത്ത് കുളിക്കും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈം ചൂസ് ചെയ്യുമ്പോൾ മോർണിംഗ് ഓർ ഈവനിങ് ടൈം, അപ്പോൾ ഇങ്ങനെ ഡാമുകളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം അങ്ങനത്തെ ഒരു ടൈം നോക്കി ചൂസ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടവഞ്ചി. അപ്പോൾ എന്താ മെറ്റീരിയൽ എന്നല്ലെങ്കിൽ ബാമ്പു ഒക്കെ വെച്ച് എന്തോ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ എന്താണെന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് നൈസായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. കണ്ടവന ആൾക്കാരെ ഇവിടെ കൊട്ടവഞ്ചിയിൽ ഇപ്പോൾ താഴത്താണ് നമ്മളിപ്പോൾ പോകുന്നതാണ്. അവിടെ കൊട്ടവഞ്ചി റൈഡിനുള്ള പ്ലേസാണ് അവിടെ. അപ്പോൾ അതിൻ്റെ പൈസ നമ്മളിപ്പോൾ ഈ മേളിൽ കയറി വന്ന സ്ഥലത്താണ് നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തതിൻ്റെ ആ ഓർഡറിൽ ഓരോരുത്തരെല്ലാം ഒരു ബെഞ്ചിന് 4 പേര് വെച്ചിട്ട് റൈഡിന് കൊണ്ടുപോകും. റൈഡ് കുറച്ച് അധികം ദൂരം തന്നെയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവിടെ 2 പേര് നിൽക്കേണ്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം 4 പേര് വെച്ച് അത്രയും രീതിയിൽ തുഴഞ്ഞു പോകണ്ടേ. അപ്പോൾ എല്ലാ സേഫ്റ്റിയോടു കൂടിയാണ് അവർ ചെയ്യണത്. ലൈഫ് ജാക്കറ്റൊക്കെ തരുന്നുണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് തരുമ്പോൾ കുട്ടികളെ ഇരുത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ലൈഫ് ജാക്കറ്റ് ലോക്ക്ഡ് ആണോ എന്ന് നോക്കുക. ഇതാണ് ഔഷധോദ്യാനം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഔഷധ സസ്യങ്ങൾ, വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അത് ഈ നടപ്പാതയിലൂടെ അങ്ങനെ നേരെ അങ്ങ് കുറേ ദൂരം കറങ്ങി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഇത് തന്നെയാണ് മറ്റേ ബട്ടർഫ്ലൈ ഇതെന്ന് പറയണേ. കുറേ അധികം നമ്മൾ കാണാത്തതും കണ്ടതുമായ കുറേ ഔഷധ സസ്യങ്ങളുടെ പ്ലാന്റ്സുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ അറിവിലേക്ക് വേണ്ടി പകർത്താവുന്ന ഒരു കാര്യമാണ്. പിന്നെ റെസ്റ്റിംഗ് ബെഞ്ചുകളുണ്ട്, നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള സ്യൂട്ടബിൾ പ്ലേസസ് ഉണ്ട്. ഇവിടെ ഫുൾ തണലാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കുന്നുള്ളവർക്കൊക്കെ ഇവിടെ കയറി ബെഞ്ചിലൊക്കെ വന്നിരുന്ന് നമുക്ക് നൈസായിട്ട് 2 നിമിഷം കണ്ണടച്ചിരുന്ന് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്.
ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് ഫോളോ us and stay tuned for the next video. Signing off, Machinga Live. Thank you all.